പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് യേശുവിൻ്റെ മുൻപിലാണ്, ദിവ്യകാരുണ്യത്തിനോട് ചേർന്നാണ്. ഇന്നത്തെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങൾ, നിങ്ങൾ യൂട്യൂബിൽ എഴുതുന്ന ഓരോ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. സകലത്തിൻ്റെയും അതിനാഥനായ ദിവ്യകാരുണ്യനാഥൻ ഇന്ന് നിങ്ങളെ തൊടുകയാണ്, നിങ്ങളെ സ്പർശിക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നൊരു അത്ഭുത ദിവസമാണ്. അത്ഭുത ദിവസം ഇന്നലെ ആരംഭിച്ച ജപമാല ഇന്ന് വൈകുന്നേരമാണ് സമാപിക്കുന്നത്. ഇവിടെ ഈ ജപമാല യജ്ഞം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മക്കളെ. നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടിയാണ് മക്കളെ. നിങ്ങളെ തൊടാൻ വേണ്ടിയാണ് മക്കളെ. നിങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കാനാ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ജപമാല. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയാ. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയോഗങ്ങളാ. നിങ്ങൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളാ. ജനുവരി 13 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ, കോഴിക്കോട് വലിയ പള്ളി എന്നറിയപ്പെടുന്ന, ബീച്ചിലുള്ള വലിയ പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ ഓട്ടോറിക്ഷക്കാരും ഇവിടെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, വാഹനങ്ങളുള്ളവരെല്ലാവരെയും അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിക്കുക. ട്രെയിനിലും ബസ്സിലും ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് അത്ഭുത പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ ചൊവ്വാഴ്ച 13 ചൊവ്വാഴ്ച ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ലിയോ 13 പാപ്പ 1901 എഴുതിയ പ്രാർത്ഥന നമുക്ക് വേണ്ടി ചൊല്ലുന്നത്. തുടർന്നുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവർ, ഇതൊരു അത്ഭുത പള്ളിയാണ്. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ കോഴിക്കോട് ഒരു അത്ഭുത പള്ളിയാണ്. കാരണം ഭാരത സഭയിലെ റോമൻ കത്തോലിക്ക ചരിത്രത്തിൻ്റെ ആദ്യത്തെ ദേവാലയമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സെൻറ് തോമസ് ലീഗ AD 52 വന്നു. അവിടെ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് നമുക്കുണ്ട്. എന്നാൽ 1498 വത്തിക്കാനിൽ നിന്ന്, റോമിൽ നിന്നുള്ള സഭ ഇങ്ങോട്ട് വരികയും ഭാരത സഭയെ റോമൻ കത്തോലിക്ക സഭയാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ച ദേവാലയത്തിലാണ് ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുതം നടക്കും. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത തിരുശേഷിപ്പാണ് ഈ പള്ളിയിലുള്ളത്. ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആദ്യകാല മെത്രാന്മാര് എല്ലാ ഇറ്റാലിയൻ മെത്രാന്മാരാണ്. പാതുവായിൽ വിശുദ്ധ അന്തോനീസിന്റെ അടുത്തൊക്കെ ജീവിച്ചിരുന്ന മെത്രാന്മാരാ. ഇവരിൽ ആരോ ഒരു മെത്രാൻ ഇവിടെ കൊണ്ടുവന്ന അത്ഭുത വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ്. അച്ഛൻ്റെ ഡെലിവറൻസിന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ വിശുദ്ധ അന്തോനീസിനോടുള്ള വലിയ ആ വണക്കം, ആ നവേന പ്രാർത്ഥന അച്ഛൻ ചൊല്ലിത്തരും. തുടർന്ന് വിശുദ്ധ തിരുശേഷിപ്പിനെ, അത്ഭുത തിരുശേഷിപ്പിനെ നിങ്ങൾക്ക് വണങ്ങാനും മുത്താനുമുള്ള സൗകര്യം ഒരുക്കുക. പ്രിയപ്പെട്ട മക്കളെ, 8:30 മണിയോടുകൂടി ശുശ്രൂഷ തീരും. എല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. എല്ലാവരും സ്നേഹത്തോടെ ഈ അത്ഭുത കത്തീഡ്രൽ പള്ളിയിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ് മക്കളെ. അന്നെല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 18-20 വചനങ്ങളാണ്. അത്ഭുത വചനമാണ്. അടുത്ത ചൊവ്വാഴ്ച ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വചനത്തിന്റെ ശക്തിയാണ്. യേശു അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ യേശുവിനാൽ സൗഖ്യമാക്കപ്പെട്ടു. ഈശോ, താങ്ക് യു ജീസസ്. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറപ്പെട്ട് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അശുദ്ധാത്മാക്കളെ ശാസിക്കുക.
അശുദ്ധാത്മാക്കളെ ബന്ധിക്കുക, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുക. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ. പാപക്കോട്ടകൾ തകർക്കപ്പെടട്ടെ. ശാപക്കോട്ടകൾ തകർക്കപ്പെടട്ടെ ഈ വചനത്തിന്റെ ശക്തിയാ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച് 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 യേശുവേ 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ലിയോ 14 പാപ്പ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിൻ്റെ അധികാരത്താൽ, എൻ്റെ മെത്രാൻ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അധികാരത്താൽ, പ്രിയപ്പെട്ട മക്കളെ, യേശു നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ കൽപ്പിക്കുകയാണ്. എല്ലാ നാരക ശക്തികളോടും, എല്ലാ അന്ധകാര സേനകളോട്, എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളോട് കൽപ്പിക്കുന്നു. ശപിക്കപ്പെട്ട സർപ്പമേ, ദുഷ്ടസേനകളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ, സത്യദൈവത്തിൻ്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് വചനം കൊണ്ട് ഞങ്ങളെ അരുളി ചെയ്ത ആ വചനത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച ആ ദൈവ സ്നേഹത്തിൻ്റെ ശക്തിയാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ബാധിച്ച കടബാധ്യതകൾ, പൈശാചിക പീഡകൾ, ഭവനം നിർമ്മിച്ചിട്ടും അതിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഭവന നിർമ്മാണ തടസ്സങ്ങൾ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, വസ്തുവിൻ്റെ കച്ചവട തടസ്സങ്ങൾ, നിരന്തരമുള്ള കടബാധ്യതകൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, എല്ലാവിധ അസ്വസ്ഥതകൾ, മാനസിക പീഡകൾ, മാനസിക രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ടെൻഷനുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. സാത്താനെ, നിത്യനാശത്തിന്റെ വിഷം ഇനി ഈ മക്കളുടെ മേൽ ചൊരിയരുതെന്ന് ഞാൻ കൽപ്പിക്കുന്നു. സഭയെ നശിപ്പിക്കുകയും അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ. യേശു നാമത്തിൽ നിന്നെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് കൊടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, എത്ര പേരാണ് വിളിച്ച് സാക്ഷി പറയണമെന്നറിയാമോ? ഈ പ്രാർത്ഥന രാവിലെയും 5 മണി മുതൽ നിങ്ങൾ കേൾക്കാൻ പറ്റും. ഇതൊരു 90 ദിവസത്തേക്ക് നിയോഗം സമർപ്പിച്ച് രാവിലെയും കേൾക്കുക, വൈകുന്നേരവും ഇതിൽ പങ്കെടുക്കുക. കിടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.